IBS ഗ്രൂപ്പിന്റെ മേധാവിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങിക്കാൻ വലിയ താല്പര്യമുണ്ട്. പുള്ളിക്ക് ബ്ലാസ്റ്റേഴ്സ് വേണം. കാരണം ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ക്ലബിന്റെ ഉടമകളാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. പക്ഷേ ക്ലബ്ബ് സ്വന്തമായിട്ട് ആസ്തികളൊന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാന ഘടകമാണ്. സില്ലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുടക്കാൻ തയ്യാറായിരിക്കുന്ന തുക ഏകദേശം 80 കോടിയോളം രൂപയാണ്. 60 കോടിക്കും 80 കോടിക്കും ഇടയിലാണ് ആ ഒരു തുക അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ് സില്ലീസിന്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴുത്തറുത്ത് താഴെ ഇട്ട വാഗ്നം കൺസോർഷ്യം 60 കോടി തൊട്ട് 80 കോടി വരെയുള്ള ഡീലിൽ നിൽക്കത്തില്ല. പണ്ട് ബാലൻസി ഹോൾഡിങ്ങിനോട് ഇവന്മാര് 350 കോടിക്ക് മുകളിൽ ചോദിച്ചവന്മാരാണ്. അവന്മാർ ഏറെക്കുറെ ആ ഒരു തുകയോട് അടുപ്പിച്ച് വരികയും ചെയ്തതാണ്. 200 കോടി സംതിങ് ഒക്കെ അവർ എത്തിയതാണ്. അപ്പോഴാണ് നമ്മുടെ ഇവാനാശന്റെ ഫസ്റ്റ് സീസണില് ബയോബബിളിൽ നടക്കുന്ന സീസണില് ഗോവയിൽ നടന്ന ആ സെമി ഫൈനൽ മത്സരം കാണാൻ കോഴിക്കോട് ബീച്ചിൽ സ്ട്രീം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കൂടി. അത് വെച്ചിട്ട് ഇവന്മാര് ബാർഗെയിൻ ചെയ്ത് പിന്നെ റേറ്റ് കൂട്ടി, പിന്നെ അവർ വാങ്ങിക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ പല ക്ലബ്ബുകളോടും വളരെ വലിയ വിലപേശലുകൾ നടത്തി ഇപ്പോഴും 200 കോടിക്ക് മുകളിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മാഗ്നം കൺസോർഷ്യം. ഏതായാലും നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനി 80 കോടി രൂപയും കൊണ്ട് എന്ന് കഴിഞ്ഞ മാഗ്നം കൺസോർഷ്യം ചത്താ കൊടുക്കത്തില്ല. സോ IBS ആരെങ്കിലും ഒക്കെ ആയിട്ട് ചേർന്നാൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ തുക മാഗ്നത്തിന്റെ ആർത്തി തികക്കില്ല. പക്ഷെ മാഗ്നം ആസ്തി ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല, അതൊരു സത്യമാണ്. അപ്പൊ 80 കോടി രൂപ വരെയാണ് ഇവർ ഓഫർ ചെയ്യുന്ന തുക. പ്രശ്നമാണ്. ഒരു 2 ആഴ്ച കൂടി സമയം വേണമെന്ന് IBS ആവശ്യപ്പെട്ടിട്ടുണ്ട് മാഗ്നത്തിനോട്. ഞങ്ങൾ പേയ്മെന്റ് കാര്യം കുറച്ചുകൂടെ ഫണ്ട് റൈസ് ചെയ്യാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. നടക്കുന്ന കാത്തിരുന്ന് കാണാം.